മക്കളെ, ഇന്ന് നമുക്ക് മാത്സ് പഠിക്കാം. വളരെ സിമ്പിളായിട്ടുള്ള നമ്പറിലൂടെയാണ് നമ്മൾ മാത്സ് പഠിക്കാൻ പോകുന്നത്. എല്ലാവർക്കും പ്രയാസമുള്ള ഒരു കാര്യമാണ് ഗുണനം, അല്ലേ? ഗുണനം പ്രയാസമുള്ളവർ തീർച്ചയായും സിമ്പിളായിട്ട് ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഗുണനം വളരെ സിമ്പിളായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റിയ ഒരു കാര്യമാണ് മാത്സ്. അതൊരു കളിയായിട്ട്, നമ്മളിതൊരു കളിയായിട്ട് എടുക്കണം. എന്നിട്ട് അതിൻ്റെ ആൻസർ കണ്ടെത്തുക, ഓരോന്നിൻ്റെയും ആൻസർ കണ്ടെത്തുക എന്നത് നമ്മൾ ഒരു കളിയായിട്ട് എടുക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാത്സ് വളരെ രസകരമായി തന്നെ പഠിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് സിമ്പിൾ നമ്പറിലാണ്. 5 എന്ന നമ്പറാണ് നമ്മൾ ആദ്യം തന്നെ ഗുണനത്തിന് തുടങ്ങുന്നത്. മനസ്സിലായോ? ഗുണനത്തിന് വേണ്ടി നമ്മൾ ആദ്യം തന്നെ എടുക്കുന്നത് 5 എന്ന നമ്പറാണ്. വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റിയൊരു കാര്യം. നോക്കാം. 1 × 5 5 അല്ലേ? 1 5 5 അല്ലേ? 2 5 2 5 എത്രയാണ്? 2 5 10 ആണ് അല്ലേ? 2 5 10. 3 5 15. ഇതെല്ലാം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണിത്. 20. 5 5 ഇങ്ങനെ കൂടി 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 വരും അല്ലേ? 20. 5 5 എത്രയാണ്? 5 5 25. ഈ ഗുണകോഷ്ടം നമ്മൾ പാടി പാടി കാണാതെ പഠിച്ചു വെക്കാം. ഓക്കെ. 6 5 30. 6 30. 6 5 എത്രയാണ്? 30. 7 5 30. 7 5 35. 8 5 8 5 40. 8 5 40. 9 5 45. 9 5 45. 9 5 45. 10 5 50. 15 എത്രയാണ്? 5 50 അല്ലേ? 10 5 50. 11 5. ഇനി 50ലേക്ക് 5 കൂടും. 11 5 എത്രയാണ്? 55. 11 55. 12 60. 12 5 എത്രയാണ്? 60. 12 5 60. അപ്പം ഇത്രയും സംഖ്യകൾ ചെയ്ത് കഴിഞ്ഞു. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചൊല്ലി ചൊല്ലി പഠിക്കുക. 1 5 5, 2 3 5 15, 4 5 20, 5 25, 6 5 30, 35, 8 5 40, 5 10 5 50, 5 12 5 60. അത്രയാണ് ഇവിടെ തന്നിരിക്കുന്നത്. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന പ്രോബ്ലം എന്താണ് എന്ന് നോക്കാം. എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? 5 എന്ന് തന്നിട്ടുണ്ട് അല്ലേ? 5. പിന്നെ അതിന് താഴോട്ട് എത്ര ചേർത്ത് കൊടുക്കണം? നമ്മൾ 5ന്റെ ഗുണനാണ് ഇവിടെ പഠിച്ചത്. അപ്പോൾ 5 കഴിഞ്ഞിട്ട് പിന്നെ എത്രയാണ്? കൂടി കൂടി വരുന്നത് 10 അല്ലേ? പിന്നെ എത്ര വരും? 15 വരും. 10. പിന്നെ എത്ര വരുന്നുണ്ട്? 15 വരുന്നുണ്ട്. പിന്നെ എത്രയാണ്? 20 അല്ലേ? വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ലാണ് 5ൻ്റെത്. 20. പിന്നെ എത്ര വരുന്നത്? 25. 20 കഴിഞ്ഞാൽ പിന്നെ ഇവിടെ 5 കൂടിയിട്ട് 25 ആവും. അങ്ങനെയാണെങ്കിൽ 75. പിന്നെ എത്ര വരും? 80 അല്ലേ? 75ലേക്ക് 5 കൂടി എത്രയാണ്? 80. പിന്നെ 80ലേക്ക് 5 കൂട്ടി എഴുതാം. അപ്പം എത്രയായി? 85. 80ലേക്ക് 5 കൂടി എത്രയാണ്? 85. അടുത്തത് 90 ആണ് അല്ലേ? 90. അടുത്ത് വരുന്നതോ? 95. 9. പിന്നെ എത്രയാണ്? പിന്നെ ഒരു 5. 95. ഇനി ഇവിടെ വന്നിരിക്കുന്നത് 40 ആണ്. അപ്പം 40ലേക്ക് നമ്മൾ എത്ര കൂട്ടി കൊടുക്കണം? 5 കൂട്ടിയാൽ എത്ര കിട്ടി? 45. ഓക്കെ, 45. അടുത്തത് വരുന്നത് 50. 50.
അടുത്തത് വരുന്നത് 55. അടുത്ത് വരുന്നത് 55. അടുത്ത് വരുന്നത് എത്രയാണ്? 60. ഓക്കെ. അപ്പം ഇങ്ങനെ 5 5 എന്ന നമ്പർ കൂടി 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 ഇങ്ങനെ പോകും. അപ്പം നമ്മൾ 5ൻ്റെ ഗുണഗോഷ്ടം പഠിച്ചു. 5 കൂട്ടിയിട്ട് ഇവിടെ ഓരോന്നും 5 കൂട്ടിയിട്ട് എഴുതി അല്ലേ? അപ്പം ഏതൊരു സംഖ്യയെയും 5 കൊണ്ട് ഗുണിക്കാൻ വേണ്ടി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് 7 ഇൻറ്റു 12 വരെ നമ്മൾ പഠിച്ചത്. 12 വരെ 12 ഇൻറ്റു 5 12 ഇൻറ്റു 5 12 ഇൻറ്റു 5 നമുക്കതൊന്ന് ചെയ്ത് നോക്കാം അല്ലേ? 5 2 എത്രയാ? 5 2 5 2 10 അല്ലേ? 5 2 10. അപ്പം 5 2 10 ആവുമ്പോൾ ആ 10ൻ്റെ 0 മാത്രം നമ്മളിവിടെ ഇട്ടു. 1 നമ്മൾ ഇപ്പുറത്ത് ശിഷ്ടമായിട്ട് എഴുതി വെച്ച്. 5 2 10 10ൻ്റെ 0 മാത്രം ഇവിടെ ഇട്ടിട്ട് 1 ഇവിടെ ഉണ്ട്. അത് നമുക്ക് ഇനി അടുത്തത് ചെയ്തിട്ട് ആ 1നെ മാറ്റിയത്. ഇനി അടുത്തത് 1 5 5 അല്ലേ? 1 5 5. പിന്നെ ഇവിടെ പുറത്ത് മാറ്റി വെച്ച ഒന്നുണ്ടല്ലോ, അത് ഇതിൽ 5ലേക്ക് 1 കൂട്ടിയാൽ എത്രയാണ്? 6 6 60. അത് നമ്മൾ ഇങ്ങനെ ചെയ്ത് കണ്ടുപിടിച്ചു. ആ കാര്യം തന്നെ നമ്മുടെ ഓർഡറായിട്ട് എഴുതി വരുമ്പോൾ കണ്ടോ, 7 ഇൻറ്റു 5 60. നമ്മളറിയാതെ നമ്മൾ എഴുതി പോയി. ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അതുകൊണ്ട് ഗുണിക്കണം. 5 2 10 അതൊക്കെ നമ്മൾ 2 5 10 നമ്മൾ പഠിച്ചല്ലേ? 1 5 5. അപ്പം ഈ പഠിച്ച കാര്യങ്ങൾ തന്നെ ഗുണിച്ച് ചെയ്യാനാണ് ഉണ്ടാവുക. അപ്പം നിങ്ങൾ ഗോഷ്ടവും നന്നായിട്ട് ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ 6 5 എത്രയാണ് അങ്ങനെ ഒറ്റയടിക്ക് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ നമുക്ക് ഒറ്റയടിക്ക് തന്നെ പറഞ്ഞു കൊടുക്കാൻ പറ്റണം. 6 5 30 അല്ലെങ്കിൽ 9 5 45. അത് നമുക്ക് ആ ചോദ്യം തീർന്നതിന് മുമ്പേ നമുക്ക് അതിൻ്റെ ഉത്തരം പറയാൻ പറ്റണം. അത്രയ്ക്ക് നല്ല രീതിയിൽ അത്രയ്ക്ക് നന്നായിട്ട് പച്ചവെള്ളം പോലെ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ വേണം നമ്മൾ ഇത് പഠിച്ചു വെക്കാനായിട്ട്. അങ്ങനെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ മാത്സ് മാർക്ക് മുഴുവൻ വാങ്ങാൻ പറ്റും എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ഈ കാര്യമാണ്. ഓരോന്നിൻ്റെയും ഗുണനം കഴിഞ്ഞ് നമുക്ക് പഠിക്കാൻ പറ്റും. ഇനി നമുക്കിതാ ഇവിടെ തന്നിരിക്കുന്നു. നിലയിലേക്ക് 5 ഗുണിച്ചപ്പോൾ 25 കിട്ടി. ലേക്ക് എത്രയായിരിക്കും? അപ്പൊ ഈ 25ന്റെ ഞാൻ നേരത്തെ പറഞ്ഞ 5 5 ആണ്. 5 ഇത്ര 5 ആണ്. 6 5 5 5 5 25 6 5 30 7 10 8 5 ആണോ? അല്ല, 8 5 എത്ര വരുന്നത്? 40 ആണ് വരുന്നത് അല്ലേ? അതാണ് 45. കണ്ടോ അവിടെ 9 9 5 45. അതിനോട് 10 50 10 5 50. ഇനി ഇവിടെ 40 വന്നിട്ടുണ്ട്. അതെത്രയാ? നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലേ? എത്രയാണ്? 8 5 40. അപ്പൊ 5ന്റെ ഗുണനം നമ്മൾ ഏകദേശം 5 കൊണ്ട് ഗുണിച്ച് ഉത്തരം ശരിയാണോ നോക്കുക. വീണ്ടും വേറെ സംഖ്യ ഇടുക, ഗുണിക്കുക, ഉത്തരം ശരിയായിട്ട് തന്നെ ആയിരിക്കാം. ചോദ്യങ്ങൾ എഴുതി ഗുണിക്കുക, ഉത്തരം കണ്ടുപിടിക്കുക. അതിന് നമ്മൾ പരമായിട്ട് ഒരു സബ്ജക്റ്റാണ് മാത്സ്. ഓക്കെ. അപ്പൊ ഇതില് വേറെതാ ഇവിടെ കുറച്ച് റൗണ്ടുകൾ തന്നിട്ടുണ്ട്, കുഞ്ഞു റൗണ്ടുകൾ അല്ലേ? 3 ഇൻറ്റു 5 15 എന്ന് താഴെ തന്നിട്ടുമുണ്ട്. ഇവിടെ ഓരോ ലൈനിലും എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 എണ്ണം ഉണ്ട് അല്ലേ? 5 എണ്ണം. താഴോട്ടേക്കോ 3 എണ്ണം. അപ്പം 3 ഇൻറ്റു 5 ഓരോ വരിയിലും 5 എണ്ണം ഉണ്ട്. 3 ഇൻറ്റു 5 ഇതിലും 5 എണ്ണം, ഇതിൽ 5 എണ്ണം, ഇതിൽ 5 എണ്ണം. അപ്പോൾ 3 ഇൻറ്റു 5 15. ഇനി നമുക്കിത് എല്ലാം കൂടെ എണ്ണി നോക്കാം. എല്ലാം കൂടെ എണ്ണിയാൽ എത്ര വരണം? 15 വരണം. മനസ്സിലായില്ലേ? ഇത് എത്ര ഉണ്ട് എന്നാണ് പെട്ടെന്ന് നമ്മളോട് കണക്കൂട്ടി പറഞ്ഞത്. 3 ഇൻറ്റു 5 15. ഇനി നമുക്കിതിന് എണ്ണി നോക്കാം. 1 2 3 4 5. അടുത്ത വരിയിലും 5. അപ്പം എത്രയായി? 10 ആയി അല്ലേ? അടുത്ത വരിയിലും 5. 10നോട് 5 കൂട്ടി എത്രയായി? 15 ആയി. അപ്പം ഇതിൻ്റെ ആൻസർ കറക്റ്റ് ആണ് അല്ലേ? 3 ഇൻറ്റു 5 15. അത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി എന്താ ചെയ്തത്? ഇങ്ങനെ താഴോട്ടേക്ക് പോകുമ്പോൾ 3 ആണ്, ഇങ്ങനെ നോക്കുമ്പോൾ എന്താണ്? 5 ആണ്. അപ്പം 3 ഇൻറ്റു 5 എന്നാക്കി. അപ്പം നമുക്ക് അതിന് ഉത്തരം പെട്ടെന്ന് 15 എന്ന് കിട്ടി. ഇങ്ങനെ എണ്ണി സമയം പോക്കാതെ നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടി. ഓക്കെ. അതുപോലെ തന്നെ ഇവിടെ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? 5 ഇൻറ്റു 3 ആണ്. ഇവിടെ 1 2 3 4 5 എണ്ണം ഈ സൈഡിൽ വരുന്നുണ്ട് അല്ലേ?
അപ്പം 5 ആദ്യം എഴുതി ഇൻറ്റു പിന്നെ വരുന്നത് 3 ആണ്. 1 2 3. 5 ഇൻറ്റു 3 സമം 15. രണ്ടും ഒരേ ഉത്തരമാണ് വരുന്നത്. 15 തന്നെയാണ് ഉത്തരം വരുന്നത്. ഇനി അടുത്തത് നോക്കാം. 5 ഇൻറ്റു 8 നമ്മൾ നേരത്തെ പഠിച്ചതാണല്ലോ. 5 ഇൻറ്റു 8 എത്രയാണ്? 5 8. 5 8 എത്രയാണ്? അതെ, 5 8 40. 5 8 40. ഇനി 8 5 ആണെങ്കിലോ? ഈ 5 8 40. 8 ഗുണിക്കണം 5 ആണെങ്കിലോ? 8 5 40. രണ്ടും ഒരേ ഉത്തരമാണ്. 5 ഗുണിക്കണം 8 പറഞ്ഞാൽ 40. 8 ഗുണിക്കണം 5 പറഞ്ഞാൽ 40. 5 8 40. 8 5 40. ഓക്കെ. അടുത്തത് 5 10. 5 10 എത്രയാ? 50 അല്ലേ? 5 10 50. 5 0. 5 10 50. 3 5. 3 5 എത്രയാണ്? 3 5. 3 5. 5ൻ്റെ 3 എണ്ണം. 3 5 15. 3 5 എത്രയാണ്? 3 5 15. 4 5. 4 5 എത്രയാണ്? 4 5 20. 3 5 15. 4 5 20. 4 5 20. അപ്പം നമ്മളിവിടെ 5ൻ്റെ ഗുണനം ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതിൽ ഏത് ചോദ്യം വന്നാലും 5 കൊണ്ട് നിങ്ങൾക്ക് ഗുണിക്കാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, വളരെ. ഇപ്പം 12 വരെയാണ്. 15 ഇൻറ്റു 5 ഒന്ന് സ്വയം ഗുണിക്കുക. വെറുതെ ഗുണനം ആവശ്യമല്ല. നിങ്ങൾ മാത്സ് പകുതി ഇതാണ് പറഞ്ഞത്. 25 2 അവിടെ 5 25 പോലെ ഇവിടെ എഴുതാൻ പറ്റും. ഇഷ്ടം 2 7 75. അങ്ങനെയാണ് കിട്ടുന്നത്. 5ൻ്റെ ഗുണനം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്. ഇഷ്ടമുള്ള സംഖ്യ 15 20 സംഖ്യകൾ കൊണ്ട് ആദ്യം ചെയ്ത് പഠിക്കാം. 17 15 14 ഉള്ള സംഖ്യ ഇവിടെ ചെയ്ത പോലെ 5 കൊണ്ട് ഗുണിച്ചു